ഹെനിപ വൈറസ് ജനുസിലെ പാരാമിക്സോവിറിഡെ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ് നിപ്പ വൈറസുകൾ. മലേഷ്യയിലെ നിപ്പ എന്ന സ്ഥലത്ത് ആദ്യമായി കണ്ടെത്തിയതുകൊണ്ടാണ് നിപ്പ എന്ന പേരിൽ വൈറസ് അറിയപ്പെടുന്നത്. പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചു ജീവിക്കുന്ന ടെറോപ്പസ് ജനുസിൽപ്പെട്ട 4 തരം വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ പ്രകൃതിദത്ത വാഹകർ. വവ്വാലിന്റെ കാഷ്ടം, മൂത്രം, ഉമിനീര്, ശുക്ലം എന്നീ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത്. 1998-ൽ മലേഷ്യയിലെ കാംപുങ് സുങ്കായി നിപ മേഖലയിലാണ് ലോകത്ത് ആദ്യമായി നിപ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു കണ്ടെത്തൽ. 100-ലധികം മനുഷ്യരും അന്ന് മരണപ്പെട്ടു. പന്നികളായിരുന്നു അന്ന് ഈ വൈറസിനെ പകർത്തിയത്. പിന്നീട് കംബോഡിയ, തായ്ലൻഡ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്തു. 2001-ൽ നിപ്പ ബംഗ്ലാദേശിലുമെത്തി. 2012 മാർച്ച് വരെ ബംഗ്ലാദേശിൽ 263 പേരെയാണ് രോഗം ബാധിച്ചത്. ഇവരിൽ 196 പേരും മരണപ്പെട്ടു. 2001-ലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ വൈറസ് സ്ഥിരീകരിക്കുന്നത്. ബംഗാളിലെ സിലിഗുഡിയിൽ 71 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 50 പേർ മരണപ്പെട്ടു. 2007-ലും വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടു. 2007 ഏപ്രിലാണ് ബംഗാളിലെ നാദിയ ജില്ലയിലെ ബലേചുംപാറയിലാണ് രോഗബാധ ആരംഭിച്ചത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് നാദിയ. 2018 മെയ് 5-നാണ് കേരളത്തിൽ ആദ്യമായി നിപ വൈറസ് ബാധിച്ചുകൊണ്ടുള്ള മരണം സ്ഥിരീകരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 2 പേരൊഴികെ 17 പേരും മരണത്തിന് കീഴടങ്ങി. 2019-ൽ വീണ്ടും കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിലെ പറവൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 2021-ലാണ് കേരളത്തിൽ 3-ാം തവണ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം മുന്നൂരിൽ നിന്നുള്ള 12 വയസ്സുകാരനാണ് വൈറസ് ബാധയെ തുടർന്ന് മരണപ്പെട്ടത്. പിന്നീട് 2023-ലാണ് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി 6 കേസുകളും 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2024 ജൂലൈ 20-നാണ് 5-ാം തവണ നിപ്പ സ്ഥിരീകരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശി 14-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ജൂലൈ 21-ന് കുട്ടി മരണത്തിന് കീഴടങ്ങി.